ശ്രീ കെ പി അനിൽകുമാർ, നമ്മുടെ സംസ്ഥാനം ലോകത്തിന് മുന്നിൽ അഭിനന്ദിക്കപ്പെടുന്നതിൽ, നമ്മൾ തലയുയർത്തി നിൽക്കുന്നതിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത്രയധികം പൊള്ളുന്നത്? അത് കോൺഗ്രസുകാർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മറ്റുള്ളവര് അത് ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊതിക്കറിവ് എന്ന് പറയില്ലേ പച്ച മലയാളത്തിൽ, ആ കൊതിക്കറിവാണ് ഇപ്പൊ സതീശനും കൂട്ടരും കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇന്നലകളിൽ ചെയ്യാൻ സാധിക്കാതിരുന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊതിക്കറിവായി മാത്രമേ ഇതിനെ സാധാരണക്കാരായ ആളുകൾ വിലയിരുത്തുകയുള്ളൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ശശി തരൂർ പറയുന്നുണ്ട്, ഞാൻ ഈ സർക്കാരിന്റെ കാലത്ത് അവർ മോശം കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശിക്കാൻ എനിക്ക് യോഗ്യത വേണമെങ്കിൽ, അർഹത വേണമെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുകയും വേണം. എന്നാൽ മാത്രമേ വിമർശിക്കാനുള്ള യോഗ്യതയും എനിക്ക് വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വി ഡി സതീശൻ തിരിച്ചു ചോദിക്കുന്നത്, ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ഈ പറയുന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നാണ്. അതിനും കൃത്യമായി മറുപടി പറയുന്നു. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്റ്റാർട്ടപ്പ് മേഖലയെക്കുറിച്ച് വിലയിരുത്തിയത്. കേന്ദ്ര സർക്കാർ നൽകുന്ന റാങ്കിംഗ് ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്. അത് CPM സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വസ്തുതകൾ നിരത്തി പറയുമ്പോൾ പോലും അതിനെ അപഹസിക്കാനുള്ള കോൺഗ്രസിന്റെ ഈ ശ്രമം പൊതുസമൂഹം ഏത് രീതിയിൽ വിലയിരുത്തപ്പെടും? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ശശി തരൂര് ഈ കാര്യങ്ങളെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ശശി തരൂർ എന്ന് പറയുന്ന മനുഷ്യൻ എന്താ പറയാ, ലോകത്തെ കുറിച്ചറിയുള്ള, ഒരുപാട് വായിക്കുന്ന, ആധികാരികമായ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്ന കോൺഗ്രസിലെ വളരെ ചുരുക്കം നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂര്. ശശി തരൂര് പറഞ്ഞ ഒരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് സതീശനോട്. അദ്ദേഹം ലേഖനം ഒന്ന് വായിക്കട്ടെ എന്നാണ്. അപ്പോ വായിച്ചു പോലും എന്താ പറയാ നോക്കാതെ എന്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തരം താഴ്ന്നു എന്ന് പറയുമ്പോൾ, അല്ല, അദ്ദേഹം പഠിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവാണ്, അത് ഓർമ്മ വേണം താങ്കൾക്ക്. അതെ, പഠിക്കുന്ന ആളപ്പോ പറഞ്ഞു. ശശി തരൂർ തന്നെ പറഞ്ഞല്ലോ, അതൊന്ന് വായിച്ചു നോക്കി ലേഖനം, അപ്പൊ മനസ്സിലാകുമെന്ന്. അപ്പൊ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അതിൻ്റെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞു, നല്ല കാര്യങ്ങൾ ചെയ്താൽ അഭിനന്ദിക്കണം. 28ാം സ്ഥാനത്ത് നിന്ന് കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്നല്ലേ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തന നേട്ടമല്ലേ അത്? അതിനെ ഉൾക്കൊള്ളണ്ടേ? പിന്നെ നമ്മുടെ നാട് വികസിക്കുന്നു, കുതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അഭിമാനം കൊള്ളാൻ സാധിക്കണ്ടേ ഏതൊരു കേരളീയനും? ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ രണഭൂമിയിലേക്ക് എടുത്തിയാടിയ ധീര ദേശാഭിമാനികൾ ഉണ്ടായിരുന്ന ഒരു നാടല്ലേ നമ്മുടേത്. ഇപ്പൊ കേരളം എന്ന് കേൾക്കുമ്പോൾ അപമാനത്തോടുകൂടി തലകുലിക്കണമെന്നാണോ സതീശൻ പറയുന്നത്? ആ രീതിയിലാണോ കേരളത്തെ കാണേണ്ടത്? വരും തലമുറയ്ക്ക് അഭിമാനത്തോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ ഒരു അഭിമാനത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കേരളം വളരെ മോശമാണ്. ഇപ്പൊ സതീശൻ പറഞ്ഞ വാക്കുകളും നമ്മുടെ ജോർജ് കുര്യൻ പറഞ്ഞതും തമ്മിൽ എന്താ വ്യത്യാസം? പറഞ്ഞെന്താ പിച്ചച്ചട്ടിയുമായിട്ട് വരാനല്ലേ പറഞ്ഞത്? സതീശൻ പറയുന്നു അതല്ലേ. കേരളം എന്ന് പറയുന്നത് പിച്ചച്ചട്ടിയുമായി നടക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളതാണ് സതീശന്റെയും വേണുഗോപാലിന്റെയും കാഴ്ചപ്പാട്. അതല്ല, ആഗോളതലത്തിൽ തന്നെ കേരളം 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ സ്വന്തം സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളാൻ സാധിക്കാത്ത ഇയാളൊക്കെ എങ്ങനെയാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? നാടിന്റെ വികസനമല്ലേ? അവനവന്റെ വികസനം അല്ലല്ലോ. അവനവന്റെ വികസനത്തെ കുറിച്ചാണോ രാഷ്ട്രീയം സംസാരിക്കുന്നത്? നാടിന്റെ പുരോഗതി, നാടിന്റെ വികസനമല്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അപ്പൊ പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പൊതുവായി നാടിന്റെ വികസനത്തിന്, പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ച് കൈകോർത്ത് നിൽക്കേണ്ട ആളുകളല്ലേ? അത് എനിക്ക് മനസ്സിലാത്ത ശ്രീ അനിൽകുമാർ, ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ? ഈ അധികാരം ഈ 2 തവണയായിട്ടും ഇല്ലാതെ പോയതിന്റെ വലിയ ഫ്രസ്ട്രേഷനാണോ, അതോ ഇങ്ങനെ പോയാൽ ഇനി ഒരിക്കലും അധികാരം കിട്ടില്ല എന്ന ആശങ്കയാണോ ഇവരെ കൊണ്ട് സ്വന്തം നാടിനെ പോലും തള്ളിപ്പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? അല്ല, ഞാൻ പണ്ടും പറയണ്ടേ, സതീശന് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ അസൂയയുടെ ഒരു വടവൃക്ഷമാണ് സതീശൻ. അസൂയയും കുശുമ്പുമാണ് സതീശന്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത്. ഒരാളൊരു നല്ല ഷർട്ട് ഇട്ട് കണ്ടാൽ സതീശൻ ദഹിക്കില്ല. ഒരാളെ നല്ല ചെരുപ്പിട്ട് കണ്ടാൽ അപ്പൊ അസൂയാണ്. ഇത് ഞാൻ ഉള്ളതായിരുന്നു. കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാ പറയുന്നത്. അപ്പോ മറ്റൊരാള് തന്നേക്കാൾ നന്നായി ഒന്ന് സംസാരിച്ചാൽ അത് സതീശന് അസൂയയാണ്.
അപ്പൊ തന്നേക്കാൾ മികച്ചതായി ആരുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അതിനേക്കാൾ മികച്ചതായി ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കുശുമ്പ്, അസൂയ, അതാണ് പച്ച മലയാളത്തിൽ പറയാൻ പറ്റുന്ന വാക്ക്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ പറയാം. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു, പക്ഷേ ആ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നോട്ട് പോവുകയാണോ? അല്ല, പ്രതികരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെതിരാവെന്ന് അറിയാലോ. വേറെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നയം എന്തായിരിക്കണം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം? രാജ്യത്തിന്റെ വികസനം നാടിന്റെ വികസനമല്ലേ? കേവലം അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടെന്ന് ഇന്നലെ KC വേണുഗോപാൽ പറഞ്ഞത് ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ്. ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് ജയറാം രമേശ് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും, പാർട്ടിയുടെ അഭിപ്രായം. ഒരു സംസ്ഥാനം എന്താ പറയാ ലോക നിലവാരത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പം അതിനകത്തുള്ള രാഷ്ട്രീയത്തെക്കാൾ ഉപരി ആ സംസ്ഥാനത്തിന്റെ പുരോഗതിയെ വിലയിരുത്താൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനകത്ത് അഭിമാനം കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരൊന്നും രാഷ്ട്രീയത്തിന് പറ്റിയ ആളുകളല്ലല്ലോ. രാഷ്ട്രീയ രംഗത്ത് അപമാനമല്ലേ ഇവരെല്ലാവരും. എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയം? അപ്പൊ പണം സമ്പാദിക്കാനാണോ രാഷ്ട്രീയം? അവനവന്റെ നേട്ടത്തിന് വേണ്ടിയാണോ രാഷ്ട്രീയം? നാടിന് വേണ്ടി പുരോഗതി ഉണ്ടാക്കാൻ ശ്രമിക്കാത്തവർ, പുരോഗതി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അഭിമാനം കൊള്ളാത്ത ആളുകൾ, തന്റെ മക്കൾക്ക് വരും തലമുറയ്ക്ക് വേണ്ടി സംസ്ഥാനം മികച്ചതാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇല്ല എന്ന് വാശി പിടിക്കുന്ന ആളുകൾ, ഇവരെന്ത് രാഷ്ട്രീയക്കാരാ? ഇതാണോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി? കോൺഗ്രസ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. വിശാലമായ കാഴ്ചപ്പാടും നന്മയെ തിരിച്ചറിയാനുള്ള വകതിരിവും ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ വകതിരിവും കാഴ്ചപ്പാടുകളെല്ലാം നഷ്ടപ്പെട്ട അധികാര മോഹത്തിന് വേണ്ടി മനു നേരത്തെ സൂചിപ്പിച്ചത് അധികാരം ഇനി കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ്, ഒരിക്കലും ഇനി ഒന്നും ആകാൻ സാധിക്കില്ല എന്നുള്ള ഒരു എന്താ പറയാ ഒരു അറിവ്, അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് അവർക്കുണ്ടാക്കുന്നത്. അല്ല, ശ്രീ അനിൽകുമാർ, നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് സംസാരിച്ചാൽ, സാധാരണക്കാരായ നിലയിൽ നിന്ന് സംസാരിച്ചാൽ, പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഈ വിഷയം യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ സമീപനങ്ങളെ തുറന്നു കാട്ടുന്നുണ്ടോ? അതായത് നമ്മുടെ നാട്ടിലൊരു നന്മ സംഭവിച്ചാൽ അതിനെ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരായി ഈ പ്രതിപക്ഷം, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം മാറി എന്ന ചിന്താഗതിയിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചർച്ചകൾ കൊണ്ടെത്തിക്കുന്നുണ്ടോ? തീർച്ചയായും. നന്മയെ തിരിച്ചറിഞ്ഞ ശശി തരൂരിനെ തള്ളിപ്പറയുന്ന ആളുകളല്ലേ ഇവരെല്ലാവരും. ശശി തരൂർ കോൺഗ്രസ് അല്ലേ? അപ്പൊ നന്മയെ തിരിച്ചറിയാൻ ഒരു കോൺഗ്രസ്സുകാരന് സാധിക്കുമ്പോൾ ആ കോൺഗ്രസ്സുകാരനെ ഒറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ നന്മയെ തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകളാണ് എന്ന് സാധാരണ പൊതുസമൂഹം വിലയിരുത്തില്ലേ? അപ്പൊ നല്ല കാര്യം താങ്കളൊക്കെ അത് അനുഭവിച്ച് അവിടുന്ന് കടന്നു വന്ന ആളുകളാണ്, അതുകൊണ്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് അതിനോട് സമീപിക്കാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇടക്കാലത്ത് ഈ സതീശനും സുധാകരനും ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്നത് നന്മയെ തിരിച്ചറിയാൻ സാധിക്കാത്ത, നല്ലതിനെ ഏറ്റവും മോശപ്പെട്ട കാര്യം അത് ചെയ്തിട്ട് അത് ഞാൻ ചെയ്താണെന്ന് പറയുന്നതിൽ അഹങ്കരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഏറ്റവും തല്ലിപ്പൊളികളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്.